മാർത്തോമാ സഭയിലെ കൂദാശകൾ. അദൃശ്യമായ ദൈവകൃപയുടെ ദൃശ്യമായ മുഖാന്തരമാണ് കൂദാശകൾ. ദ വിസിബിൾ മീൻസ് ഓഫ് ദ ഇൻവിസിബിൾ ഗ്രേസ്. മർത്തരായ നാം പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ജീവിക്കുന്നു എന്ന് മാർട്ടിൻ ലൂതർ പറഞ്ഞിട്ടുണ്ട്. കൂദാശകൾ സംബന്ധിച്ച് 3 പദപ്രയോഗങ്ങൾ ശ്രദ്ധേയമാണ്. അവ മിസ്റ്റീരിയോൺ, സാക്രമെൻറ്റ്, ഓർഡിനൻസസ് എന്നിവയാണ്. കൂദാശകളുടെ എണ്ണം 7 ആണ്. മാമോദീസ, മൂറോൻ, കുർബാന, കുമ്പസാരം, വിവാഹം, പട്ടത്വം, തൈലാഭിഷേകം. കൂദാശകളുടെ അവിഭാജ്യ ഘടകങ്ങൾ: കൂദാശ വസ്തു, കൂദാശകൻ, പദരൂപം, ഉദ്ദേശം, കർത്താവിൻ്റെ ആജ്ഞ അഥവാ തിരുവചനം. മാമോദീസായും കുർബാനയും ഡൊമിനിക്കൽ സാക്രമെൻറ്റ്സ് അഥവാ ഗോസ്പൽ സാക്രമെൻറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഡൊമിനിസ് എന്ന വാക്കിൻ്റെ അർത്ഥം കർത്താവ് എന്നാണ്. കൂദാശകളുടെ ലിസ്റ്റിൽ 1-ാമത്തേത് മാമോദീസയാണ്. ഇത് എൻട്രി സാക്രമെൻറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. സഭയിലേക്കുള്ള പ്രവേശന കൂദാശയാണ് മാമോദീസ. കൂദാശ വസ്തു വെള്ളമാണ്. പാപമോചനത്തിൻ്റെയും നിത്യജീവൻ്റെയും പ്രത്യാശയിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇന്നാര് മാമോദീസ മുഴുകപ്പെടുന്നു എന്നതാണ് പദരൂപം. ബാപ്റ്റിസോ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നുമാണ് ബാപ്റ്റിസം എന്ന പദം ഉണ്ടായിരിക്കുന്നത്. ടു ഡിപ്പ്, സ്പ്രിങ്കിൾ, ഇമ്മേഴ്സ്, മുക്കുക, മുങ്ങുക, തളിക്കുക എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. മാമോദീസയുടെ ഉദ്ദേശം പാപത്തിന് മരിച്ച് പുതുജീവനിൽ കർത്താവിനോട് കൂടെയുള്ള ഉയർത്തെഴുന്നേൽപ്പാണ്. കർത്താവിൻ്റെ മരണത്തോടും പുനരുത്ഥാനത്തോടും അനുരൂപപ്പെടുന്നു. ശിശുസ്നാനം, വിശ്വാസസ്നാനം, മുഖ്യസ്നാനം, തലയിൽ വെള്ളമൊഴിച്ചുള്ള സ്നാനം എന്നിങ്ങനെ പല വിധത്തിൽ സ്നാനം നിർവഹിക്കപ്പെടുന്നുണ്ട്. കുഞ്ഞുങ്ങൾ ദൈവീക അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ കഴിവുള്ളവരാണ്. കർത്താവ് ശിശുക്കളെ അനുഗ്രഹിക്കുന്നു. ശിശുസ്നാനമാണ് പൊതുവെ നാം സ്വീകരിച്ചിരിക്കുന്നത്. ചൈൽഡ് ബാപ്റ്റിസം ആൻഡ് ക്രിസ്ത്യൻ നർച്ചർ ഗോ ടുഗെദർ. 2. മൂറോൻ അഥവാ സ്ഥിരീകരണം, കൺഫർമേഷൻ. കൂദാശ വസ്തു ശുദ്ധീകരിച്ച എണ്ണയാണ്. സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്ന പരിശുദ്ധ റൂഹായുടെ പരിപൂർണ നൽവരത്തിൻ്റെ ലക്ഷ്യമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇന്നാര് വിശുദ്ധ മൂറൻ കൊണ്ട് അഭിഷേകം ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞ് നെറ്റിമേലും നെഞ്ചത്തും കൈകാൽ വെള്ളയിലും മൂറോൻ പുരട്ടുന്നു. പരിശുദ്ധ റൂഹായുടെ ആവാസവും ജീവിതത്തിൻ്റെ ശക്തീകരണവുമാണ് മൂറോൻ കൂദാശയുടെ ഉദ്ദേശം. 3. വിശുദ്ധ കുർബാന. കർത്താവ് സ്ഥാൻ കാണിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ പെസഹായുടെ അപ്പബീജകൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്ത ശേഷം കുറേ അപ്പവും വീഞ്ഞും പ്രത്യേകമായി എടുത്ത് ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പീൻ, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ എന്ന് കൽപ്പിച്ച് അരുളി ചെയ്തു. ഇതാണ് വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം. 1 കൊരിന്ത്യർ 11-ാം 23 മുതൽ 30 വരെയുള്ള ഭാഗമാണ് ഇതിൻ്റെ അടിസ്ഥാനം. വിശുദ്ധ കുർബാന വിവിധ പേരുകളിൽ അറിയപ്പെടുന്നു. കുർബാന, കർത്താവിൻ്റെ അത്താഴം, ലോർഡ്സ് സപ്പർ, ലോർഡ്സ് ടേബിൾ, ഹോളി സാക്രമെൻറ്റ്, യൂക്രിസ്റ്റ്, മാസ്, ഹോളി കമ്മ്യൂണിയൻ. മാർത്തോമാ സഭയിൽ കുർബാന എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം കാഴ്ച അർപ്പണം എന്നൊക്കെ ആണ്. സ്തോത്രം ചെയ്യുക എന്നർത്ഥമുള്ള യൂക്കറിസ്റ്റിയോ എന്ന വാക്കിൽ നിന്നാണ് യൂക്രിസ്റ്റ് എന്ന പദം ഉണ്ടായിരിക്കുന്നത്. മാസ് എന്നതിൻ്റെ അർത്ഥം കുർബാനയാകുന്ന ബലി എന്നാണ്. വിശുദ്ധ കുർബാനയുടെ സന്ദർഭം എന്തെന്ന് നോക്കാം. തൻ്റെ ഭൗതികമായ സാന്നിധ്യം എടുത്തു കൊള്ളപ്പെടാൻ പോകുന്നു എങ്കിലും തൻ്റെ യഥാർത്ഥവും ആത്മീയമായ സാന്നിധ്യം തങ്ങളോട് കൂടെ ഉണ്ട് എന്നതിൻ്റെ ഉറപ്പും ദൃശ്യമായുള്ള അടയാളമായിട്ടാണ് കുർബാന നിയമിച്ചത്. അനുദപിച്ച് പാപം ഏറ്റുപറഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുന്നതിന് ആഗ്രഹിക്കുന്നവർക്കാണ് കുർബാന. കർത്താവിനെ തങ്ങളുടെ ജീവൻ്റെ ആത്മീയ പോഷണം ആക്കുന്നതിന് ആഗ്രഹിക്കുന്നവർക്കാണ് ഇത്. അനുദപിച്ച് വിശുദ്ധ ജീവിതം നയിപ്പാൻ ആഗ്രഹിക്കുന്ന പാപികൾക്കാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന സംബന്ധിച്ച് വിവിധങ്ങളായ ഉപദേശങ്ങൾ നിലവിലുണ്ട്. അവ ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ, കോൺസബ്സ്റ്റാൻസിയേഷൻ, റിസപ്ഷനിസം, വെർച്വലിസം, സ്പിരിച്വൽ പ്രസൻസ് എന്നീ പേരുകൾ അറിയപ്പെടുന്നു. വിശുദ്ധ കുർബാനയിൽ നാം ക്രിസ്തുവിൻ്റെ കുരിശു മരണത്തെ ഓർത്ത് ആ പരമബലിയോടും കഷ്ടപ്പാടിനോടും ഏകീഭവിക്കപ്പെടുന്നു. ക്രിസ്തുവുമായും തമ്മിലും സംസർഗം അനുഭവിക്കുന്നു. ക്രിസ്തുവിനായി നമ്മെ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ വരവിനായി നാം കാത്തിരിക്കുന്നു.